ഇപ്പോൾ ഉണ്ടായ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഭാഗം കണ്ട ഭാഗത്തേക്ക് സ്കൂബ ടീം പോയത്. അതല്ല എന്ന നിഗമനത്തിലേക്ക് ഏതാണ്ട് ഇവർ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ മറ്റ് ഭാഗങ്ങളിലേക്കുള്ള പരിശോധന തുടരാനാണ് തീരുമാനം. അതായത് 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറം ഭാഗത്തേക്കും അതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്കുമുള്ള ഭാഗത്തേക്ക് പരിശോധന തുടരാനാണ് തീരുമാനം. കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധന നടത്തുക എന്നത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി ഓരോ ടീമും ഇവിടെ തയ്യാറായി വരുന്നുമുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചാണ് ഇനിയിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. ഇപ്പോൾ പോയ സമയത്ത് എന്താണ് നമ്മൾ കണ്ടത്? ഇപ്പോൾ പോയവരുണ്ട് സാറേ, പോയവരുണ്ട്. ഇനിയിപ്പോൾ അതിലില്ലാന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ തന്നെയാണ് ലാലോ. ഇനി അടുത്ത് സാറേ നമ്മളിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 60 മീറ്റർ വരെ സെർച്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഡൈവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ തന്നെ ഏകദേശം 7ഓളം തവണ ഡൈവ് ചെയ്ത് കഴിഞ്ഞു. പ്ലസ് NDRF ഡൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്യാമറ വെച്ചിട്ടുള്ള സെർച്ചിങ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ക്യാമറ ഒരു 5 മീറ്റർ വിഷനും കിട്ടുന്നുണ്ട്. ആ ഏരിയയിലെല്ലാം പോയി സെർച്ച് ചെയ്തത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതെന്ന് വെച്ചാൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 30 മീറ്റർ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബാക്കി പോസിബിലിറ്റി നോക്കുകയാണ്. അവിടെ നിന്ന് നോക്കുക. ഇനി 5ാമത്തെ ട്രാക്കിൽ നിന്ന് ബാക്കി അങ്ങോട്ടേക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നോക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ അടുത്ത സാറുമായിട്ട് ആലോചിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പൂർണ്ണമായ ടണൽ അല്ലേ പരിശോധിക്കുക. അതെ.